ജനങ്ങളെക്കാൾ താഴെയാണ് തങ്ങളുടെ സ്ഥാനമെന്ന ബോധ്യം കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. നേതാവായാലും മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും എല്ലാം ഇക്കാര്യം ബാധകമാണ്. കോതമംഗലത്ത് CPIയുടെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. ശനിയാഴ്ചയാണ് സമ്മേളനം സമാപിക്കുന്നത്. മൂന്ന് ദിവസങ്ങളിലായാണ് CPIയുടെ ജില്ലാ സമ്മേളനം കോതമംഗലത്ത് നടക്കുന്നത്. 2 ദിവസത്തെ പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളെ ഭയപ്പെടുകയും അവരെ സ്നേഹിക്കുകയും വേണം. അവരുടെ സ്ഥാനം നമ്മളെക്കാൾ മുകളിലാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ ബോധ്യം ഉണ്ടാകണം. ഏത് നേതാവായാലും മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ഇക്കാര്യം ബോധ്യമുണ്ടാകണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. അവരെ വിശ്വസിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ പേടിക്കണം, അവരെ ഭയപ്പെടണം. കാരണം അവർ മൃഗങ്ങളായതുകൊണ്ടല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് അവരാണ് യജമാനന്മാർ, ജനങ്ങൾ. നമ്മുടെ സ്ഥാനം ജനങ്ങളെക്കാളും മുകളിലേക്കല്ല, നമ്മുടെ സ്ഥാനം അവരെക്കാൾ താഴെയാണ്. ആരുമാകട്ടെ, നേതാവാകട്ടെ, സെക്രട്ടറി ആകട്ടെ, മന്ത്രിയാകട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, ആരുമാകട്ടെ, കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ ബോധ്യം എൻ്റെ സ്ഥാനം ജനങ്ങളെക്കാൾ താഴെയാണെന്ന ബോധ്യമാണ്. അല്ലാതെ അവരെക്കാൾ മീതയാണെന്നുള്ള ബോധ്യത്തോട് കമ്മ്യൂണിസ്റ്റ് ആകാൻ കഴിയുന്നതായി മാറുന്നതായി കാലം അറിയിക്കുന്നുണ്ട്, ലോകം അറിയിക്കുന്നുണ്ട്. ആ പാഠമെല്ലാം മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ നമുക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും തിരുത്താനുമുള്ള കാര്യങ്ങൾ നാം ബോധ്യപ്പെടുന്നു. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, മന്ത്രിമാരായ K രാജൻ, J ചിഞ്ചുറാണി, PP സുനീർ MP, മറ്റ് നേതാക്കളായ മുല്ലക്കര രത്നാകരൻ, ശാന്തമ്മ പയസ്, N അരുൺ, KM ദിനകരൻ, KN സുഗതൻ, എൽദോ എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന് മുമ്പായി കുത്തുകുഴിയിലെ CS നാരായണൻ നായർ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ദീപശിഖായാത്ര സംഘടിപ്പിച്ചിരുന്നു. AIYF ജില്ലാ പ്രസിഡന്റ് PK രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ യാത്ര സംസ്ഥാന കൗൺസിൽ അംഗം T രഘുവരൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളന വേദിയിൽ KK അഷറഫ് ദീപശിഖ ഏറ്റുവാങ്ങി. തുടർന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. പ്രതിനിധി സമ്മേളനം വെള്ളിയാഴ്ചയും തുടരും. ശനിയാഴ്ച പ്രകടനം, പൊതുസമ്മേളനം എന്നിവ ഉണ്ടായിരിക്കും. GTV ന്യൂസ്, കോതമംഗലം.